ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹ് 315-ാമത്തെ ക്ലാസ്. ഇസ്ലാമിലെ ശിക്ഷാമുറകൾ, ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കനുസരിച്ച ശിക്ഷാമുറകൾ. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ, രാജ്യങ്ങളിൽ നടപ്പാക്കുന്ന ശിക്ഷാമുറകളാണ്. ദിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ദിയ അതിൻ്റെ വിശദീകരണം പറയാണ്. വഹിയ ദിയത്ത് ഫി മുസ്ലിമിൻ ദക്കരിൻ ഹുരിൻ. കൊല്ലപ്പെട്ടയാള് മുസ്ലിമായ ആളാണ്, പുരുഷനാണ്, അതേപോലെ സ്വതന്ത്രനായ ആളാണ് എങ്കിൽ മിഅത്തു ബഈരിൻ, അങ്ങനെയുള്ള ആളെ കൊന്നതിന് പകരം കിട്ടേണ്ട ദിയ, നഷ്ടപരിഹാര തുക, സംഖ്യ മുതൽ 100 ഒട്ടകമാണ്. ഫൈലം തൂജത്, അങ്ങനെ 100 ഒട്ടകം കിട്ടുന്നില്ലെങ്കിൽ, ഒട്ടകമായിട്ട് 100 എണ്ണമില്ലെങ്കിൽ ഫഖീമത്തുഹ, ആ ഒട്ടകത്തിൻ്റെ വിലയാണ് അവിടെ കൊടുക്കേണ്ടത്. ഓ ദിയത്തു അംദിൻ, മനഃപൂർവം നടത്തിയ കൊലയുടെ ദിയ, അതിൻ്റെ നഷ്ടപരിഹാരം അലാ ജാനിൻ, അത് ചെയ്ത വ്യക്തി തന്നെയാണ് അത് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ കൊല നടത്തിയ ആൾ തന്നെയാണ്. മുഅജ്ജലത്തൻ, അത് വളരെ സ്പീഡിലായ നിലയിൽ, എന്ന് പറഞ്ഞാൽ അതിന് അവധിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കൊടുക്കണം. വദിയത്തു ഷിബ്ഹി അംദിൻ, എന്നാൽ നമ്മൾ നേരത്തെ ഒരു ഷിബ്ഹ് അംദ് എന്ന് പറഞ്ഞ ഒരു രൂപം കൊലപാതകത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദിയ, അതിൻ്റെ നഷ്ടപരിഹാരം. അതേപോലെ ഖത്തഇൻ, പിഴയ്ക്കുന്ന കൊല, പിഴവിലൂടെ സംഭവിച്ച കൊല, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെയും കൊടുക്കേണ്ടത് ദിയ ഉണ്ട്, നഷ്ടപരിഹാരം. അത് അല ആഖിലത്തിഹി, അത് ഈ പറയുന്ന ആളുടെ ബന്ധുക്കളുടെ ആണ്, അത് കൊലയാളിയുടെ ബന്ധുക്കളാണ് അത് ഏറ്റെടുക്കേണ്ടത്. മുഅജ്ജലത്തൻ ബി സലാസി സിനീന, 3 കൊല്ലം അവധിയുള്ളതായ നിലയിൽ. എന്ന് പറഞ്ഞാൽ അത് കൊടുക്കൽ ഇപ്പം തന്നെ കൊടുക്കുക എന്നുള്ളതല്ല, ഒരു 3 വർഷത്തെ കാലാവധി അതിന് ഉണ്ട്. 3 വർഷത്തെ കാലാവധി ഉണ്ട് അതിന്. പിന്നെ ആരാണ് ഈ ആക്കിലത്ത് എന്ന് അവിടെ പറഞ്ഞത്? ബന്ധുക്കൾ. അതാരത്? അൽ ആക്കിലത്തു, ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ അൽ മുക്കല്ലഫൂന മിൻ ദുക്കൂരി അസബാത്തിഹിൽ വാരിസീന ഇജ്മാൻ. എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞ അനന്തരക്കാരുണ്ട്. ഒരാൾക്ക് അനന്തരം ഉണ്ട്, അനന്തര സ്വത്ത് കിട്ടും എന്ന് ചിലർ പറഞ്ഞു, ചിലരത് കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കമുള്ളതല്ല, എല്ലാവരും ഏകോപിച്ചു പറഞ്ഞ അനന്തരക്കാർ. ആ അനന്തരക്കാരായ അസബക്കാർ, ആ അസബക്കാരിലെ ആണുങ്ങളുണ്ടല്ലോ, അസബക്കാരാകുന്ന ആണുങ്ങൾ, ആ ആണുങ്ങളിൽ നിന്നുള്ള മുക്കല്ലഫീങ്ങൾ. അപ്പോൾ ആ കൂട്ടത്തിൽ അസബക്കാരായ ആണുങ്ങളുണ്ട്, പക്ഷെ കുട്ടികളാണ്, അവർക്കിത് ബാധകാവൂല. കൊലയാളിയായ ഏതൊരു വ്യക്തിക്കും അസബക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുതലെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനന്തരക്കാരെയാണ് അസബക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഈ കൊലയാളിയുടെ അസബക്കാരെ കണ്ടെത്തണം. അസബക്കാരാകുന്ന അനന്തരക്കാർ, അവരിൽപ്പെട്ട ആണുങ്ങളെ, ആ ആണുങ്ങളുടെ കൂട്ടത്തിലുള്ള മുക്കല്ലഫീങ്ങൾ, മുക്കല്ലഫായ ആളുകൾ. ഈ അനന്തരം എന്ന് പറയുമ്പോൾ നസബിൻ, ഒന്നുകിൽ രക്തബന്ധത്തിലൂടെയുള്ള അനന്തരക്കാരാണ്, ഔ വലായിൻ, അല്ലെങ്കിൽ വലായിലൂടെയുള്ള അനന്തരക്കാരാണ്. നമ്മൾ നേരത്തെ ഫറായിദിൻ്റെ ബാബ അനന്തരാവകാശ നിയമങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പണ്ട് അടിമയായിരുന്നു, അയാളെ പണ്ട് ഒരാൾ എത്തുക്ക് ചെല്ലിയതാണ്, മോചിപ്പിച്ചതാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ഈ പറഞ്ഞ കക്ഷി മരിച്ചിട്ട് പിന്നീട് അയാളുടെ രക്തബന്ധുക്കളായ ആളുകൾ ഇല്ലാതെ വരുമ്പോൾ ഈ വലാ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിലൂടെ ആ മോചിപ്പിച്ച ആൾ, അല്ലെങ്കിൽ മോചിപ്പിച്ച ആളുടെ പരമ്പരക്കാർ, അവരിലേക്കൊക്കെ അനന്തരാവകാശം പോവും, നേരെ ബന്ധുക്കളില്ലെങ്കിൽ. അപ്പം ഇവിടെയും അത് തന്നെ പറയണത്, ആ 2 രൂപത്തിലുള്ള
അനന്തരക്കാരും ഒന്നുകിൽ രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വലായിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനന്തരക്കാർ, അവരെയാണ് ഇവിടെ ആക്കിലത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് തന്നെ രണ്ട് കൂട്ടർ ഒഴിവായിട്ടുണ്ട്. ഗൈരി അസ്ലിം വ ഫറഇൻ, അസ്ലും ഫറഉം ഇതിൽ നിന്ന് ഒഴിവുമാണ്. അസ്ല് എന്ന് പറഞ്ഞാൽ വാപ്പ, അതായത് ജന്മം നൽകിയ ആളുകൾ, വാപ്പ വല്ലിപ്പ അങ്ങനെയുള്ളവരെയാണ് അസ്ല് എന്ന് പറയുന്നത്. അതേപോലെ ഫറ എന്ന് പറഞ്ഞാൽ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ അങ്ങനെയൊക്കെ വന്നവർ. അപ്പം അവർ ഈ പറഞ്ഞ പോലെ അസബക്കാരിൽ അവരുണ്ടാവും. ഇപ്പോൾ വാപ്പ അസബയാവും, ചിലപ്പോൾ മക്കൾ, പിന്നെ മകൻ, ആൺമക്കളൊക്കെ അസബ തന്നെയാണ്. അപ്പോൾ അവർ ഈ പറയുന്ന ഉത്തരവാദിത്തത്തിൻ്റെ അതിലേക്ക് വരികയുമില്ല. അവരോ അല്ലാത്തവരെയാണ് എടുക്കേണ്ടത്. അവരാണ് ആക്കിലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിയത്തൂഫി ദിമ്മി, ദിമ്മിയായ കാഫർ, ഇസ്ലാമിക വ്യവസ്ഥയിലെ ഭരണകൂടത്തിൻ്റെ കീഴിൽ കപ്പം തന്ന് അഥവാ കരം തന്ന് ജീവിക്കുന്ന, നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു അവിശ്വാസി, മുസ്ലിം അല്ലാത്തയാൾ, അയാളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അവിടുത്തെ ദിയ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞേക്കണത്. മുസ്ലിം പുരുഷൻ സ്വതന്ത്രൻ അങ്ങനെയുള്ളവരെ ഇപ്പം നേരത്തെ 100 ഒട്ടകം എന്ന് പറഞ്ഞത്. അപ്പോൾ ദിമ്മിയായ കാഫറാണ് കൊല്ലപ്പെട്ടതെങ്കിലോ അവിടുത്തെ ദിയ എന്ന് പറയുന്നത് സുലുസു ദിയത്തിൽ മുസ്ലിമിൻ്റെ ദിയയുടെ 1/3. ഒഫില്ലുൻസ, പെണ്ണാണെങ്കിലോ നിസ്ഫു ദിയത്തി ദക്കരി, പുരുഷൻ്റെ ദിയയുടെ അഥവാ നഷ്ടപരിഹാരത്തിൻ്റെ പകുതിയാണ്. ഒഫിർ റഖീഖി, ഒരടിമയാണ് കൊല്ലപ്പെട്ടതെങ്കിലോ കീമത്തുഹു, അവിടെ ആ അടിമയ്ക്കൊരു വിലയുണ്ട്, ആ വിലയാണ് അവിടുത്തെ ദിയ എന്ന് പറയുന്നത്. അപ്പോൾ തജിബു നിർബന്ധമാണ് ഫീ ഖത്ഇ കുല്ലി ഉദുവിൻ മുഫ്രദിൻ, ഒറ്റ അവയവം. ശരീരത്തിൽ ചില അവയവങ്ങൾ അങ്ങനെയാണല്ലോ, ഒറ്റ അവയവമാണ്. ഒറ്റ അവയവം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മൂക്ക്, അത് ഒരവയവം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അവയവം ഫീഹി ജമാലും വ മൻഫഅത്തുൻ, ആ അവയവത്തിൻ്റെ പ്രത്യേകത, ആ അവയവത്തിൽ ഒരു സൗന്ദര്യവുമുണ്ട്, അതുകൊണ്ട് വലിയ ഉപകാരവുമുണ്ട്. അങ്ങനെയുള്ള ഒരവയവം മുറിച്ചു കളഞ്ഞു, അതായത് ഒരാളെ കൊലപ്പെടുത്തിയില്ല, ഒരു ഒറ്റ അവയവം അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു എങ്കിൽ ദിയത്തുൻ കാമില, അവിടെ പൂർണ്ണമായ ദിയ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു 100 ഒട്ടകത്തിൻ്റെ കഥ തന്നെ അവിടെ വന്നു എന്ന്. ആളെ കൊന്നിട്ടൊന്നുമില്ല, പക്ഷെ മൂക്ക് മൊത്തം എടുത്ത് മുറിച്ച് കളഞ്ഞു ഉദാഹരണം. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം? ദിയ കൊടുക്കണം, പൂർണ്ണ ദിയ. വക്കദാ കുല്ലു ഉളുവൈനി മിൻ ജിൻസിൻ, ഒരു വർഗത്തിൽ നിന്നുള്ള 2 അവയവങ്ങൾ അങ്ങനെയുണ്ടാവും. ചില അവയവങ്ങൾ ഒരു വർഗം, അതിൽ തന്നെ 2 എണ്ണമാണ്, ജോഡിയാണ്. ഉദാഹരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, കണ്ണ്, ചെവി, കാല്, കയ്യ്, ഇതൊക്കെ ഇരട്ടയാണ്, ജോഡിയാണ്. അങ്ങനെയുള്ള ജോഡിയായോടത്തിൽ ആ 2 എണ്ണം കൂടി നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ചാൽ അവിടെയും ഈ പൂർണ്ണമായ ദിയാണ് വന്നതെന്ന്. ഇപ്പോൾ ഫീഹിമാ, അപ്പം 2 അവയവങ്ങൾ കൂടി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 2 കൈയും കൂടി വെട്ടിക്കളഞ്ഞു. ഒരവയവം തന്നെ അതിൽ 2 എണ്ണമുണ്ട്, അങ്ങനെയുള്ള അവയവമാണ്, അല്ല ഒരെണ്ണം മാത്രമല്ല. അങ്ങനെയുള്ള 2 എണ്ണം കൂടിയുള്ള അവയവത്തിൽ ആ 2 കൂടി നശിപ്പിച്ചാൽ അവിടെ ഒരു ദിയ കൊടുക്കണം, പൂർണ്ണ ദിയ. ഫി അഹദിഹിമ, ആ 2-ൽ 1 മാത്രം നശിപ്പിച്ചാലോ നിസ്ഫുഹ, ദിയയുടെ പകുതി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഫഫി ഐനൈനി, 2 കണ്ണും കൂടി ഒരാളുടെ നശിപ്പിച്ച് കളഞ്ഞാൽ ദിയത്തും കാമില, അവിടെ പൂർണ്ണമായ ദിയുണ്ട്. ഫഫി ഇഹദാഹുമ, ഒരു കണ്ണ് മാത്രം നശിപ്പിച്ചാൽ നിസ്ഫുഹ, ദിയയുടെ പകുതി കൊടുക്കേണ്ടതാണ്. തജിബു ഫീ കുല്ലി ഇസ്ബഇൻ, ഓരോ വിരലിലും നിർബന്ധമാകും. അശറും മിനൽ ഇബിലി, 10 ഒട്ടകം നിർബന്ധമാകുന്നു. ഒരാളുടെ ഒരു വിരൽ എന്ത് ചെയ്തു? ഒരുത്തൻ നശിപ്പിച്ചു എങ്കിൽ അതിന് 10 ഒട്ടകം. ഒഫീ കുല്ലി സിന്നിൻ, ഓരോ പല്ലിലും നഷ്ടപരിഹാരം ഹംസുൻ, 5 ഒട്ടകമാണ്. ഇപ്പം ഇത് നമ്മൾ ഒരാളെ ആക്രമിക്കപ്പെട്ടാൽ ആ ആക്രമിക്കപ്പെട്ട ആൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിന് കിട്ടുന്ന നഷ്ടപരിഹാരമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ പുറമെ ഇവൻ വലിയൊരു പാതകം ചെയ്തില്ലേ, ആ പാതകം ചെയ്തതിൻ്റെ പേരിൽ ഇവനൊരു കഫാറത്ത് എന്ന് പറഞ്ഞ ഒരു പ്രായച്ചിത്ത നടപടിയുണ്ട്, അത് വേറെയാണ്. തജിബുൽ കഫാറത്തു അല കുല്ലി കാത്തിലിൻ കത്തല മൻ യഹ്റുമു ഖത്ലുഹു,
കൊല്ലൽ ഹറാമായ ഒരു വ്യക്തിയെ ഒരുത്തൻ കൊന്നു എങ്കിൽ ആ കൊലയാളിക്ക് കഫാറത്ത് നിർബന്ധമായി തീരും. കൊല്ലാൻ പാടില്ലാത്ത ഒരാളെ കൊന്നു. വഹിയ ഐത്തുക്കു റക്കബത്തി മുഅ്മിനത്തിൻ, മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ് കഫാറത്ത്, ഈ പറയുന്ന പ്രായശ്ചിത്തം. കൊയില്ലം യജിദ്, അങ്ങനെയുള്ള ഒരു അടിമേനെ കിട്ടിയില്ലെങ്കിലോ ഫസിയാമു ഷഹ്റൈനി മുതതാബിയൈനി, ഒരു ദിവസം പോലും ഇടവിടാതെ തുടരെ 2 മാസം നോമ്പ് നോക്കലാണ്. തുടരെ 2 മാസം നോമ്പ് നോക്കൽ. തുടരെ 2 മാസം നോമ്പ് നോക്കുക, അതാണ് അടിമേനെ കിട്ടിയില്ലെങ്കിൽ. കൊല്ലൽ ഹറാമായ ഒരാളെ ഒരുത്തൻ കൊന്നൂന്ന്, ആത്മഹത്യ എന്നതും ആ പറഞ്ഞതിൽ പെട്ടതാണ്. സ്വന്തം ശരീരത്തെ ഒരുത്തൻ കൊല്ലുന്നു, അതാണല്ലോ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത്. അത് ചെയ്ത ആൾക്കും ഈ പറഞ്ഞ റഖബത്ത് ഈ പറഞ്ഞ കഫാറത്ത് അത് നിർബന്ധമാണ്. അപ്പോൾ കഫാറത്ത് നിർബന്ധം എന്ന് പറയുമ്പോൾ അവൻ്റെ മുതലിൽ നിന്ന് ഈ പറഞ്ഞ കഫാറത്ത് നടത്തേണ്ടി വരും, ഈ അടിമമോചനം എന്ന് പറഞ്ഞ സംഗതി. അടുത്ത ചർച്ച, ഇപ്പോൾ നമ്മൾ കൊലപാതകത്തിൻ്റെ ശിക്ഷാമുറ ആണ് സംസാരിച്ചത്. അടുത്തത് റിദ്ദ, മതഭ്രഷ്ട്. ആദനല്ലാഹു മിൻഹ, അള്ളാഹു നമ്മെ ആ അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ. ഖാലല്ലാഹു തആല, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ. നിങ്ങളാരെങ്കിലും അവൻ്റെ ദീനിൽ നിന്ന് വിട്ടുപോയാൽ, എന്നിട്ട് അവൻ കാഫിറായ നിലയിൽ അവൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടാൽ, അവരുടെ ദുനിയാവിലും ആഖിറത്തിലും അവരുടെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വഉലൈക അസ്ഹാബുന്നാരി, അവർ നരകവാസികളാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അങ്ങനെ മതഭ്രഷ്ടോടുകൂടെ മരിച്ചുപോയ ആളുകൾ, ഇസ്ലാമല്ലാതെ മരിച്ചുപോയവർ, അവർ നരകത്തിൽ ശാശ്വതരാണ്. സൂറത്തുൽ ബഖറയുടെ 217 ആയത്ത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു, ദീൻ മാറ്റിമറിച്ച് ആരെങ്കിലും മതഭ്രഷ്ട് നടത്തിയാൽ അവനെ നിങ്ങൾ വകവരുത്തണം എന്ന് റവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിദ്ദത്തു ലുഗത്തൻ, റിദ്ദ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അർറുജൂഉ, മടക്കം എന്നാണ്. വശറഅൻ, ഇസ്ലാമിക ഫിഖഹിൽ റിദ്ദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഖത്ഉ മുസ്ലിമിൻ മുക്കല്ലഫിൻ മുഖ്താരിൻ, ഒരു മുസ്ലിമാണ്, ഒരു മുക്കല്ലഫാണ്, അങ്ങനെ പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള ആളാണ്, അയാൾ സ്വയേഷ്ടപ്രകാരം ചെയ്യുന്നതുമാണ്, സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നത്. അയാൾ ഇസ്ലാമിനെ അയാളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു, ഇസ്ലാമിനെ അയാളിൽ നിന്ന് അയാൾ മുറിച്ചു കളഞ്ഞു, ഇസ്ലാമിൽ നിന്ന് ഒഴിവായിപ്പോയി എന്ന്. അതിനെയാണ് റിദ്ദ എന്ന് പറയണത്. അതെങ്ങനെയത്? ബി അസ്മി കുഫിരിൻ, കുഫറിനെ അയാൾ ദൃഢനിശ്ചയം ചെയ്തു. അപ്പോൾ അത് മനസ്സിലാണല്ലോ, കുഫറിനെ ദൃഢനിശ്ചയം ചെയ്യുക, ഔ കൗലിഹി, അല്ലെങ്കിൽ കുഫറിനെ പറയുക, ഔ ഫിഅലിഹി, അല്ലെങ്കിൽ കുഫറിനെ പ്രവർത്തിക്കുക. കുഫറിൻ്റെ പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ കുഫറിനെ പറഞ്ഞു, അല്ലെങ്കിൽ കുഫർ മനസ്സിൻ്റെ അകത്ത് ദൃഢനിശ്ചയം ചെയ്തു. ഈ പറയുന്ന 3 കാര്യങ്ങളാണെങ്കിലും, ദൃഢനിശ്ചയം അല്ലെങ്കിൽ വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി ഏതാണെങ്കിലും, മഅഇതിഖാദിൻ, ആ ഇസ്ലാമിക വിരുദ്ധ ആശയത്തെ അവൻ വിശ്വസിക്കലോടുകൂടെ, ഔ ഇനാദിൻ, അല്ലെങ്കിൽ ഒരു മർക്കടമുഷ്ടി എന്ന നിലയിൽ, അതിനെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, പിന്നെ ഇസ്ലാമിനെ എതിർക്കുക എന്നത് ഒരു മർക്കടമുഷ്ടി, ഒരു ഹക്കിനെതിരെ നിൽക്കുക, സത്യത്തിനെതിരെ പറയുക എന്നുള്ള ഒരു ശൈലി. അവിസ്തിഹ്സാഇൻ, അല്ലെങ്കിൽ ദീനിനെ പരിഹസിച്ചുകൊണ്ട്. ഒന്നുകിൽ ഈ ഇസ്ലാമിക വിരുദ്ധ കുഫറിൻ്റെ ആശയത്തെ അവൻ വിശ്വസിച്ചതാണ്, അല്ലെങ്കിൽ അവനൊരു മർക്കടമുഷ്ടിയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനോടൊരു പരിഹാസമാണ്. അങ്ങനെയൊക്കെ ആവാം ഇത് നടക്കുന്നത്. വഹിയ, ഈ റിദ്ദത്ത് അഫ്ഹഷു അൻവാഇൽ കുഫ്രി, കുഫറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതാണത്.
ഫമനിർത്തദ്ദ, അപ്പോൾ ആരെങ്കിലും മുർത്തദ്ദായിപ്പോയാൽ, ഇസ്ലാമിൻ്റെ വെളിയിലേക്ക് മതഭ്രഷ്ട് സംഭവിച്ചു പോയാൽ, ഹബിത്ത സവാബു അമാലിഹി, അവൻ്റെ അമലുകളുടെ പ്രതിഫലം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. 50-ാമത്തെ വയസ്സിലാണ് ഒരുത്തം പോയതെങ്കിൽ ആ വയസ്സ് വരെ അവൻ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മൊത്തം നഷ്ടപ്പെട്ടു പോയി. ഒംതനാത്ത് മുനാക്കഹത്തുഹു, ഇനി അങ്ങനെയുള്ളവനുമായിട്ടുള്ള അവൻ പണ്ട് മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനുമായിട്ടുള്ള കല്യാണ ബന്ധം പാടില്ലാത്തതാണ്. വഹറുമത്ത് ദബീഹത്തുഹു, അവൻ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല, ഹറാമാണ്. വബത്തലത്ത് തസറുഫാത്തുഹു ഫി അംവാലിഹി, അവൻ്റെ മുതലുകളിലുള്ള ക്രയവിക്രയങ്ങളൊന്നും നിഷ്ഫലമാണ്, അംഗീകരിക്കപ്പെടുന്നതല്ല. ഇസ്ലാമിക വ്യവസ്ഥ നിലനിൽക്കുന്ന ഭരണകൂടമുള്ള സ്ഥലത്ത് അങ്ങനെയാണ്. വസാല മിൽക്കുഹു അൻഹ, അവൻ്റെ മുതലിൽ നിന്നുള്ള അവൻ്റെ ഉടമസ്ഥതാവകാശവും ഇല്ലാതെയായി പോകും. ഫലാ യരിഹു, അവൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ അവരുടെ സ്വത്തിന് ഇവൻ അവകാശം ഉണ്ടാവില്ല. വലാ യുറസു, ഇവൻ മരിച്ചാൽ ഇവൻ്റെ സ്വത്ത് അവൻ്റെ കുടുംബം എന്ന് പറയണവർക്കും അവകാശം കിട്ടൂല. വലാ ദിമ്മത്തലഹു, ഇവന് ഒരു ദിമ്മത്ത്, ഒരു സംരക്ഷണം എന്നത്, വലാ അമാന, ഒരഭയം എന്നതൊന്നും ഈ പറഞ്ഞ ആൾക്ക് ഉണ്ടാവില്ല. ബൽ കുത്തില ഹാലം ബില ഇംഹാരിൻ, നമ്മുടെ ഭരണകൂടമുള്ള സ്ഥലത്ത് ഒട്ടും താമസമില്ലാതെ അവനെ കൊല്ലപ്പെടും. ഇല്ലം യത്തുബ് ബഅദസ്തിതാബത്തിഹി, അവനോട് ആദ്യം പറയുക നീ തൗബ ചെയ്യുക എന്നതാണ്. തൗബ ചെയ്യാൻ അവൻ തയ്യാറായില്ല എങ്കിൽ അവനെ കൊല ചെയ്യപ്പെടും. വാസ്ബാബു റിദ്ദത്തി കസീറത്തുൻ, ഇങ്ങനെ മതഭ്രഷ്ട് സംഭവിക്കാനുള്ള കാരണങ്ങൾ കുറേ അധികമുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് നഫിയുസാനിഇ, അള്ളാഹുവിനെ നിഷേധിക്കുക, ഔ റസൂലിഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നിഷേധിക്കുക. അതേപോലെ വജഹദു മുജ്മഇൻ അലൈഹി മഅലൂമിൻ മിനദ്ദീനി ബിൽ ദറൂറ ബിലാ തഅ്വീലിൻ, ഇസ്ലാമിക ലോകത്തെ മുജ്തഹിദീങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും ഏകോപനമായിട്ട് അംഗീകരിച്ച കാര്യം, എല്ലാവരും ഏകോപിച്ച കാര്യമാണ്. മാത്രമല്ല ദീനിൽ ആ കാര്യം നിർബന്ധമായും അറിയപ്പെട്ട കാര്യവുമാണ്, അത്ര സുപ്രസിദ്ധമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തിനെ ഒരുത്തൻ നിഷേധിച്ചു, ഒരു വ്യാഖ്യാനവുമില്ലാതെ നിഷേധിച്ചു, പച്ചയായിട്ട് അതൊന്നുമില്ല, അന്ന് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. ഒരു ഉദാഹരണം, കൗജൂബിൽ മക്തൂബത്തി, ഫർദ് നിസ്കാരങ്ങൾ 5 ഉണ്ടല്ലോ, അത് നിർബന്ധമാണ് എന്ന സംഗതി, അതിനെ ഒരുത്തനങ്ങ് നിഷേധിച്ചു. അത് മുസ്ലിം ലോകത്തെ എല്ലാവരും ഏകോപിച്ച കാര്യമാണ്. ദീനിൽ അത് നിർബന്ധമായും അറിയപ്പെട്ട കാര്യവുമാണ്, ആ കാര്യത്തിനെ ഒരുത്തൻ നിഷേധിച്ചത്. ഒസിയാമി, അതേപോലെ റമദാനിൻ്റെ നോമ്പിനെ നിഷേധിക്കുക. തഹ്ലീലിൽ ബൈഇ, കച്ചവടം ഹലാലാണ് എന്നതിനെ നിഷേധിക്കുക. നിക്കാഹി, നിക്കാഹ് ഹലാലാണ് എന്നതിനെ നിഷേധിക്കുക. തഹരീമി സിന, വ്യഭിചാരം ഹറാമാണ് എന്നതിനെ നിഷേധിക്കുക. ലിവാത്തി, സ്വവർഗഭോഗം ഹറാമാണ്, അതിനെ നിഷേധിക്കുക. നദ്ബിർ റവാത്തിബി വൽ ഈദി, ഈ ഫർദ് നിസ്കാരങ്ങളുടെ മുന്നിലും പിന്നിലൊക്കെ ഉള്ള റവാത്തിബ് സുന്നത്തില്ലേ, അങ്ങനെ നിസ്കാരങ്ങൾ സുന്നത്തുണ്ട്, അതേപോലെ പെരുന്നാളിന് നിസ്കാരം സുന്നത്തുണ്ട് എന്നതിനെ നിഷേധിക്കുക. ഇതൊക്കെ അത്രമാത്രം അറിയപ്പെട്ട വളരെ സുപ്രസിദ്ധമായ ദീനി നിയമങ്ങളാണ്. അതിനെയൊക്കെ ഒരുത്തൻ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിന് വെളിയിൽ പോകും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് ആ വിഷയത്തിൽ. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്.